വി.എസ്. അച്യുതാനന്ദൻ സ്റ്റേറ്റിൻ്റെ ഒന്നാം നമ്പർ കാറിൽ വന്നിറങ്ങിയ ഭരണസിരാകേന്ദ്രം ഭരണത്തിൻ്റെ അധിപനായി നിന്നിരുന്ന കാലഘട്ടം എതിർപക്ഷത്തിൻ്റെ സമര ജ്വാലയുടെ പ്രധാനപ്പെട്ട ആളായി മാറിയത് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത് അദ്ദേഹം നയിച്ച സമര പോരാട്ടങ്ങൾ. അങ്ങനെ അദ്ദേഹം ജന്മം കൊണ്ട് ആലപ്പുഴക്കാരനാണെങ്കിലും നൂറ്റാണ്ടിലേറെക്കാലം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്നു അനന്തപുരി. ആ നാട് അദ്ദേഹത്തിന് വിരോചിതമായ സ്മരണ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ യാത്രയാക്കുകയാണ്. 5 മണിക്കൂർ നീണ്ടു നിന്ന അന്തിമോപചാരത്തിനുള്ള അവസരങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം പ്രധാന പാതയിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തുകൂടി അത് പാളയം രക്തസാക്ഷി മണ്ഡപം കടന്ന് അങ്ങനെ കഴക്കൂട്ടം വഴി കൊല്ലത്തെത്തി ജന്മനാടായ ആലപ്പുഴയിലേക്ക് നീങ്ങുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് കഴിഞ്ഞ 5 മണിക്കൂർ സമയം 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ നേരിൽ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് അവസാനത്തെ ഒരു നോക്ക് കാണുക എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി എത്തി ആത്മസംതൃപ്തിയോടുകൂടി മടങ്ങിയിട്ടുള്ളത്. പുറത്ത് കാഴ്ചകളും സമാനമായി തന്നെയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും 100-കണക്കിന് ആളുകൾ പ്രായഭേദമന്യേ ഇന്ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി വീണ്ടും എത്തിയതാണ്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ? എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മ? ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തനം, ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ്, ഏറ്റവും നല്ല മനുഷ്യൻ, പച്ചയായ രാഷ്ട്രീയക്കാരൻ, എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല കർമ്മനിരതയോട് പ്രവർത്തിക്കുന്ന ഒരു സഖാവ്, പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരൻ. പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹത്തെ അവസാനമായിട്ട് കാണാൻ വേണ്ടി വളരെ കാത്തിരിപ്പിലാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റി, റേത്ത് സമർപ്പിക്കാൻ പറ്റി. ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനെ കുറിച്ച് അറിവിൽ ഇന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടില്ല. വളരെയധികം ഭയങ്കരമായ വിഷമമുണ്ട്. എൻ്റെ വീട് നെടുമങ്ങാടാണ്. എനിക്ക് സഹാവിനെ കാണാൻ വേണ്ടി വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് വന്ന് റീത്ത് സമർപ്പിക്കാൻ പറ്റി, തൊട്ട് തൊഴുവാൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ കുടുംബത്തിലെ ഒരാളിൻ്റെ അടുത്ത് വന്ന് നിന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഈ കുടുംബത്തിലെ ഒരാളെ നഷ്ടമായതിൻ്റെ ഒരു വേദനയാണ് നിങ്ങൾക്കല്ലേ? അവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരാളടുത്ത് നമ്മൾ പോയി കണ്ടതായിട്ടാണ് തോന്നുന്നത്. വല്ലാത്തൊരു വേദനയോടുകൂടിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. വളരെയധികം വേദനയുണ്ട്. കണ്ണേ കരളെ VSA എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള വാഹനം ഇതേ കടന്നു വരുന്നു. ജനനായകനെ വിട എന്ന് പറഞ്ഞ് VSനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ അതേക്കുറിച്ചുള്ള ഒരു ഓർമ്മ? എന്താണ്? നല്ലൊരു മനുഷ്യനായിരുന്നു. അതെ, നല്ല മനുഷ്യനായിരുന്നു എന്നുള്ള വാക്കുകളാണ് ഓരോ ആൾക്കാരുടെയും വാക്കുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇതാ സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഓരോ പ്രവർത്തകരും വരികയാണ്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനം ഇവിടേക്ക് കടന്നു വരുന്നു. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹനത്തിൽ സംസ്ഥാനത്തെ എല്ലാവിധ നേതാക്കന്മാരുമുണ്ട്. അവർക്കെല്ലാവർക്കും അദ്ദേഹത്തെ പുന്നപ്രയിലേക്ക് എത്തിക്കുക, അദ്ദേഹത്തിന് വിരോചിതമായ ഒരു യാത്രയയപ്പ് നൽകുക. കാര്യം പുന്നപ്രയുടെ പുത്രനാണ്. പുന്നപ്ര വിപ്ലവത്തിലൂടെ കേരളത്തിലേക്ക് കടന്നു വന്ന നേതാവാണ്. ആ നേതാവിന് അതിപ്രബുദ്ധമായിട്ടുള്ള ഒരു യാത്രയയപ്പ് സമ്മാനിക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ അനന്തപുരി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. സ്റ്റാച്യുവിലേക്ക്, ആ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങി തിരിച്ച് സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് ആ വാഹനം വരാൻ എത്രയോ സമയമെടുത്തിരിക്കുന്നു. ഓരോ ആൾക്കാരും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഓരോ ആൾക്കാരും കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് വിളിച്ചുകൊണ്ട് ഒഴുകിയെത്തിയ ജനസാഗരങ്ങൾ നൽകിയ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സഖാവ് V.S. അച്യുതാനന്ദന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തലസ്ഥാന നഗരിയിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അനുപമമായ ത്യാഗവും സഹനവും കൊണ്ട് രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തിയ സഖാവ് V.S. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ സമരമുഖങ്ങളിൽ സൂര്യ തേജസ്സോടെ കേരളത്തിന്റെ കണ്ണും സഖാക്കളുടെ കടമായിരുന്ന സഖാവ് V.S. അച്യുതാനന്ദന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരികയാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും രാഷ്ട്രീയ സൂര്യനായി വിളങ്ങിയ സഖാവ് V.S. അച്യുതാനന്ദന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരുടെ വാഹനങ്ങൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.E. ഗോവിന്ദന്റെ അടക്കമുള്ള വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ അനുഗമിച്ചുകൊണ്ട് ആ VSന് തിരുവനന്തപുരം അനന്തപുരി വിട നൽകുകയാണ്. സ്റ്റാച്യുവിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം കടന്നു വരികയാണ്.